ആയിട്ട് കഴിച്ചിരിക്കണം നിങ്ങൾ. ഇതാണ് ബനാന സെസമി ബൺ. പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഇതിന്റെ ഉപജ്ഞാതാവ് ആരാണെന്ന്. സംഭവം കിടണം കേട്ടോ. നമുക്ക് ഉണ്ടാക്കിയാലോ. ഒരു ബൗളിലേക്ക് മൈദ, ഈസ്റ്റ്, പഞ്ചസാര, ആവശ്യത്തിന് ഉപ്പും വെള്ളം ചേർത്ത് നന്നായി സോഫ്റ്റ് ആക്കി കുഴച്ചെടുക്കുക. മൂപ്പര ഓയിൽ ഗ്രീസ് ചെയ്ത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ശേഷം ഒരു പാനിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള നെയ്യ് ആഡ് ചെയ്ത് കാഷ്യൂസും റൈസിൻസും റോസ്റ്റ് ചെയ്തെടുക്കുക. അത് മാറ്റി ചെറുതായി കട്ട് ചെയ്ത ബനാനയും ചേർത്ത് വഴറ്റി വരുമ്പോൾ അതിലേക്ക് ചെറുകിയ തേങ്ങയും ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും കുറച്ച് ഫ്രഷ് ക്രീമും ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് പാലും ചേർക്കുക. അതൊന്ന് കുറുകി വരുമ്പോൾ റോസ്റ്റ് ചെയ്ത കാഷ്യൂസും റൈസിൻസും ആഡ് ചെയ്യട്ടോ. അപ്പോൾ അതാ നമ്മളെ ഫില്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷം നമ്മൾ മാവ് ഇതുപോലെ പരത്തി ഒരു ഗ്ലാസിന്റെ മേലെ വെച്ച് കൊടുത്ത് അതിലേക്ക് ഫില്ലിങ്സ് ആഡ് ചെയ്ത് സൈഡ്സ് ഒക്കെ ജോയിൻ ചെയ്ത് ബാക്കിയുള്ള മാവ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നമുക്ക് മാറ്റിയെടുക്കുക. അപ്പോൾ അതാ ഇതുപോലെ ബോളായിട്ട് കിട്ടും. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കുക കേട്ടോ. അടുത്ത സ്റ്റെപ്പിൽ സെസമി സീഡ് വേണം കേട്ടോ. നമ്മൾ ബോൾ എടുത്ത് സെസമി സീഡിൽ ഡിപ്പ് ചെയ്തെടുത്താൽ ഇതുപോലെ കിട്ടും. ഇനി ഇതുപോലെ സ്റ്റിക്കായി നിൽക്കുന്ന നിലയിൽ കുറച്ച് വെള്ളം അതിന് മേലെ ഒന്ന് തൂക്കി കൊടുത്ത് ഒന്ന് ഡിപ്പ് ചെയ്താൽ ഇതാ സെറ്റായിട്ട് കിട്ടും. അങ്ങനെയെല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ചട്ടി എല്ലാവരും നോട്ട് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ അത് മെയിൻ ആക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബനാന സെസമി ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കല്ലേ. അപ്പോൾ ശരി, അടുത്ത വീഡിയോ കാണാം.